ഗായ്സ്, ഇന്ന് ഞാൻ ടോക്കിയോ റിവെഞ്ചേഴ്സ് സീസൺ 3യുടെ 10ാമത്തെ എപ്പിസോഡിന് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ തക്കേമിച്ചിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് കിസാക്കി അവനെ കൊല്ലാൻ തയ്യാറാവുന്നു. എന്നാൽ കിസാക്കി തോക്കെടുത്തത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും പേടിക്കുന്നു. എന്നാൽ തൻ്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ടും തക്കേമിച്ചി ഒരു തരി പോലും അനങ്ങിയില്ല. അവനെ രക്ഷിക്കാൻ സാധിക്കാതെ മരിച്ചുപോയവരുടെ പ്രതീക്ഷകൾ അപ്പോൾ തക്കേമിച്ചിക്ക് ധൈര്യം നൽകുന്നു. എന്നാൽ ഇത് കിസാക്കിയെ ഭയപ്പെടുത്തുന്നു. അവസാനം കിസാക്കിക്ക് അവനെ കൊല്ലുവാൻ കഴിയാതെ അയാൾ അവൻ്റെ കാലിലേക്ക് വെടിവെക്കുന്നു. എന്നാൽ വെറുതെ കാലിൽ വെടിവെച്ചതുകൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയില്ലെന്ന് തക്കേമിച്ചി പറഞ്ഞത് കേട്ട് കിസാക്കി വീണ്ടും പതർന്നു. അയാൾ എന്തിനാണ് അവൻ ജയിക്കണമെന്ന് വാശി പിടിക്കുന്നതെന്ന് അവനോട് ചോദിച്ചപ്പോൾ തക്കേമിച്ചി പറയുന്നു, ഞാൻ മൈക്കിയെ പോലെ കരിസ്മാറ്റിക് അല്ല, ഞാൻ നൗത്തോയെ പോലെ സ്മാർട്ടല്ല, കോക്കോയെ പോലെ ബുദ്ധിമാനല്ല, മൂച്ചോയെയും ഡ്രാഗനെയും പോലെ സ്ട്രോങ് ഫൈറ്ററുമല്ല. അതുകൊണ്ട് എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, അതൊരിക്കലും പിന്തിരിയാതെ ഇരിക്കുക എന്നതാണ്. അതിന് ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും. എന്നാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കിസാക്കിയോട് പിന്നെന്തിനാണ് അവൻ മടിക്കുന്നതെന്ന് തക്കേമിച്ചി തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ അവസാനം കിസാക്കി തോക്ക് താഴ്ത്തുന്നു. ഇസാന അത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അയാൾ അവനെ ഇടിച്ച് നിലത്തേക്ക് ഇടുന്നു. എന്നാൽ ആ ഇടികൊണ്ട് ബോധം പോകാറായി നിന്ന തക്കേമിച്ചിക്ക് വീണ്ടും എണീക്കാനുള്ള ശക്തിയില്ലായിരുന്നു. എന്നാൽ അപ്പോൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അക്കൂൺ അവൻ്റെ ഒപ്പം ചേരുന്നു. അങ്ങനെ പെയ്യാനും സ്മൈലിയും അക്കായും ഇനൂപ്പിയും തക്കേമിച്ചിയുടെ ഒപ്പം പോരാടാനായി തയ്യാറാവും. അങ്ങനെ ചീഫിയും അവനോട് ബാജിയുടെ സ്ഥാനത്തേക്ക് അവനെ നിയമിച്ചതിൽ താനിപ്പോൾ വളരെ സന്തോഷിക്കുന്നുവെന്ന് പറയുന്നു. ശേഷം കിസാക്കിയോട് ചിഫി പറയുന്നു, കിസാക്കി, ബാജിയെ കൊന്നതിൻ്റെ പ്രതികാരമായി എനിക്കിപ്പോൾ നിന്നെ കൊല്ലണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വെറും പിള്ളേരാണ്. പരസ്പരം കൊല്ലാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മറിച്ച് നമ്മുടെ വിശ്വാസത്തിനും നമ്മൾ വഹിക്കുന്ന സ്ഥാനങ്ങൾക്കും വേണ്ടിയും അവരവരുടെ ഗ്യാങ്ങിൻ്റെ പവർ എന്താണെന്ന് കാണിക്കുന്ന വെറും ഒരു ഷോ ഓഫ് മാത്രമാണ് ഈ ഫിസ്റ്റ് ടു ഫിസ്റ്റ് ഫൈറ്റ് അല്ല. ഇത് കേട്ട് നിന്ന് മൂച്ചയുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആ സമയം അയാൾ മനസ്സിലാക്കുന്നു, ഇതാണ് തോമനെ തെഞ്ചിക്കുവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇസാന എന്ന് അയാൾ മനസ്സിൽ ചോദിക്കുന്നു. അപ്പോഴേക്കും കിസാക്കി അലറിക്കൊണ്ട്, അതുകൊണ്ടെന്താ, നിങ്ങൾ കുറെ ചീഞ്ഞളഞ്ഞ ശവങ്ങൾ എണീറ്റ് നിന്ന് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തിയാൽ ഞങ്ങൾ തോമൻ തോറ്റുവെന്നത് മറക്കുമെന്നാണോ എന്ന് ചോദിക്കുന്നു. എങ്കിലും കിസാക്കി തോമനെ നശിപ്പിക്കാതെ തന്നെ അവർക്കായി ഒരു ഡീൽ വെച്ച് നീട്ടുന്നു. തോമനും തെഞ്ചിക്കുവും തമ്മിൽ ഒത്തുചേർന്ന് ഒരു ഗ്യാങ് ആകും. അതിന് തോക്കിയോ മഞ്ചിഗങ് തന്നെ പേരുവിടാം. ശേഷം മൈക്കി അതിനെ ലീഡറുമാക്കാം. എന്നാൽ തക്കേമിച്ചി മറിച്ചൊന്നും ചിന്തിക്കാതെ അവന്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്യുന്നു. അവന്റെ റിയാക്ഷൻ കണ്ട് കിസാക്കി ഞെട്ടുന്നു. അയാളുടെ പ്ലാൻ എല്ലാം പൊളിയുന്നതായി കിസാക്കിക്ക് തോന്നി. ശേഷം നിലത്ത് വീണ അയാളോട് എണീക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഫൈറ്റിന് തയ്യാറായി നിന്ന് തക്കേമിച്ചി താനിപ്പോൾ ഒരു കോംപ്രമൈസിനുള്ള മൂഡിലല്ല എന്ന് പറയുന്നു. ശേഷം പകുതി ബോധത്തോടെ നിന്ന് തക്കേമിച്ചിക്ക് കിസാക്കിയോട് എന്തുകൊണ്ടാണ് ഡ്രാഗനെ പോലെ നല്ലൊരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് ചോദിക്കുന്നു. എന്നാൽ കിസാക്കിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം ഫ്യൂച്ചറിൽ വെച്ച് ഡ്രാഗൻ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ താൻ തീർച്ചയായും കിസാക്കിയെ കൊല്ലുമെന്ന് പറഞ്ഞു തോർത്തുകൊണ്ട് തക്കേമിച്ചി അതായിരുന്നു ഡ്രാഗൻ എന്നോട് ഫ്യൂച്ചറിൽ പറഞ്ഞതെന്ന് കിസാക്കി നോക്കി പറയുന്നു. എന്നാൽ കിസാക്കിക്ക് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്നാൽ അപ്പോൾ കിസാക്കിയുടെ ഉദ്ദേശം മൈക്കിക്ക് പ്രിയപ്പെട്ടവയെല്ലാം നശിപ്പിക്കണമെന്നായിരുന്നു എന്ന് ഡ്രാഗൻ പറഞ്ഞു തോർത്ത തക്കേമിച്ചി ദേഷ്യം വന്ന് വീണ്ടും കിസാക്കി ഇടിക്കാനായി ശ്രമിച്ചപ്പോൾ ഇസാന വന്ന് അതിനെ തടയുന്നു. ശേഷം കിസാക്കിയോട് മാറി നിൽക്കാനായി പറഞ്ഞ ഇസാന തോമനിലെ എല്ലാവരെയും താൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ തക്കേമിച്ചി അയാൾ കിക്ക് ചെയ്ത് അവൻ തെറിച്ചു വീഴുന്നു. എന്നാലും എണീറ്റ് വീണ്ടും അയാളോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തക്കേമിച്ചി, എനിക്കിപ്പോൾ മനസ്സിലായി ഡ്രാഗൻ, നിങ്ങൾ എങ്ങനെയാണ് ഡെത്ത് റോയിൽ വന്നതെന്ന്. അതിന് കാരണം നിങ്ങൾ എമ്മയ്ക്ക് വേണ്ടി റിവെഞ്ചിന് പോയതുകൊണ്ടാണ്. അതേസമയം ഇസാന അവനെ നന്നായി അറ്റാക്ക് ചെയ്യുന്നു. കാക്കുച്ചോവനോട് മതിയാക്കാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ ഡ്രാഗൻ പോയത് മൂലമാണ് മൈക്കിയും ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയതെന്ന് മനസ്സിലാക്കിയ തക്കേമിച്ചി അവരെ നോക്കി, നിങ്ങളാണ് മൈക്കിയെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. എന്നാൽ ഞാൻ മൈക്കിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൻ ഇസാനയെ പഞ്ച് ചെയ്യാനായി തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അവനത് സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും അവൻ മടുത്തത് മൂലമാണെന്ന് കരുതിയെങ്കിലും തക്കേമിച്ചി അവനെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് താൻ ഇത്രയും നേരം വരെ തോമൻ തോൽക്കാതെ പിടിച്ചു നിന്നു കമാൻഡർ എന്ന് പറയുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ തോമന്റെ കമാൻഡറായ സനോ മാഞ്ചിറോ നിൽക്കുന്നത് കാണുന്നു. അതേസമയം തന്നെ മൈക്കി തക്കേമിച്ചിയോട് അത്രയും നേരം പിടിച്ചു നിന്നതിൽ നന്ദി പറയുന്നു. എല്ലാവരും മൈക്കിയെ കണ്ട് ഞെട്ടുന്നു. അതോടൊപ്പം കോക്കോ സ്വന്തം സിസ്റ്റർ മരിച്ചതിന്റെ വിഷമത്തിലിരിക്കേണ്ട ഇയാൾ ഇവിടെ വരുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ ഞെട്ടി നിന്ന കിസാക്കിയുടെയും ഇസാനയുടെയും ഇടയിലൂടെ പാസ് ചെയ്ത അയാൾ തക്കേമിച്ചിയുടെ അടുത്തേക്ക് പോയി അവനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. എന്നാൽ ഈ ഒരു അവസ്ഥയിലും മൈക്കി ഇവിടെ വന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഡ്രാഗനും അങ്ങോട്ടേക്ക് എത്തിയത് കണ്ട് തക്കേമിച്ചി ഞെട്ടുന്നു. അവർ രണ്ടുപേരും വരാനുള്ള കാരണം ചോദിച്ച തക്കേമിച്ചിയോട് ഹിനാറ്റ് മൂലമാണെന്ന് ഡ്രാഗൻ പറയുന്നു. അപ്പോൾ അയാളുടെ ബൈക്കിന്റെ പുറകിലായി ഹിനാറ്റി ഇരിക്കുന്നത് കാണിക്കുന്നു. ശേഷം കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവം കാണിക്കുന്നു. ഹിനാറ്റ മൈക്കിയുടെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നു. തക്കേമിച്ചി വിചാരിച്ചത് അവൻ എമ്മയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. പക്ഷെ അത് പറഞ്ഞപ്പോഴേക്കും ഡ്രാഗൻ വന്ന് അവളെ തടയുന്നു. ആ സമയത്ത് എമ്മയെക്കുറിച്ച് അവൾ സംസാരിച്ചത് കേട്ട് ഡ്രാഗൻ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു.
എന്നാൽ ഹിന നിർത്താതെ എമ്മ മാത്രമല്ല അങ്ങനെ ഒരുപാട് പേരെ തക്കേമിച്ചിക്ക് രക്ഷിക്കാനുണ്ടെന്ന് അവൾ പറയുന്നു. എന്നാൽ 12 വർഷത്തിന് ശേഷം ഹിന മരിക്കുമെന്ന് അവൾ പറഞ്ഞത് കേട്ട് ഡ്രാഗനും മൈക്കിയും അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവൾ തുടരുന്നു. തക്കേമിച്ചി ശരിക്കും നമ്മളെ രക്ഷിക്കാൻ ഫ്യൂച്ചറിൽ നിന്നും വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു കള്ളമായി തോന്നിയേക്കാം, പക്ഷെ ഇതാണ് സത്യം. തക്കേമിച്ചി ഇപ്പോൾ വളരെ നിരാശയിലാണ്. അവന് നിങ്ങളുടെ എല്ലാം ഫ്യൂച്ചർ അറിയാം. അവന് നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്നുമുണ്ട്. പക്ഷെ എനിക്ക് അവന് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഹിന കരയുന്നു. അങ്ങനെ തക്കേമിച്ചിയുടെ അടുത്തേക്ക് ഹിനാറ്റയും എത്തുന്നു. എന്നാൽ അവൾ ടൈം ലീപ്പിങ്ങിനെ കുറിച്ച് അവരോട് പറഞ്ഞത് കേട്ട് തക്കേമിച്ചി ഞെട്ടുന്നു. അപ്പോൾ ഹിന അതറിയാതെ തന്റെ വായിൽ നിന്ന് വീണതാണെന്ന് പറയുന്നു. അപ്പോൾ തക്കേമിച്ചിയും ഡ്രാഗനും മൈക്കിയും വന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവരുടെ ഈ അവസ്ഥയിൽ അവർക്ക് തീർച്ചയായും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നു. അതേസമയം തന്നെ മൈക്കിയും ഡ്രാഗനും ഫൈറ്റിന് റെഡിയായി നിൽക്കുന്നു. ഡ്രാഗൻ മൈക്കിയോട് തെഞ്ചുക്കുവിന്റെ പകുതി ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് പറയുന്നു. മൈക്കി അപ്പോൾ ഇതൊരു 200 vs 2 ആണെന്ന് പറയുന്നു. അങ്ങനെ നമ്മളൊരു ഹാൻഡിക്യാപ്ഡായ ഗ്യാങ്ങുമായി ഫൈറ്റ് ചെയ്യണമല്ലേ എന്ന മൈക്കിയുടെ ചോദ്യം കേട്ട് എല്ലാ തെഞ്ചുക്കു മെമ്പേഴ്സിനും ദേഷ്യം വരുന്നു. അവരെല്ലാവരും മൈക്കിയെ നോക്കി വെല്ലുവിളിക്കുന്നു. എന്നാൽ മൈക്കി പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല. 200 പേരല്ല, ഒരു 20,000 പേരെ നിങ്ങൾ കൊണ്ടുവന്നാലും തനിക്കൊരു ചുക്കുമില്ലെന്ന് മൈക്കി പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അങ്ങനെ ഈ ഒരവസ്ഥയിലും തോമന് വേണ്ടി ആ പഴയ ആവേശത്തോടെ നിൽക്കുന്ന മൈക്കിയെ കണ്ട് എല്ലാ തോമൻ മെമ്പേഴ്സിന്റെയും കണ്ണ് നിറയുന്നു. അങ്ങനെ തോമൻ കമാൻഡറിന്റെ നേതൃത്വത്തിൽ തോമൻ മെമ്പേഴ്സ് ഫൈറ്റിന് ഒരുക്കുന്നു. ഡ്രാഗനും ആ പഴയ ആവേശത്തോടെ ഫൈറ്റിന് പോകുന്നു. ശേഷം ഇതെല്ലാം കണ്ട തക്കേമിച്ചി ഹിനായയോട് നന്ദി പറയുന്നു. കാരണം അവരുടെ ഈ ആത്മാർത്ഥത മൂലമാണ് അവരിവിടെ എത്തിയതെന്ന് അവൻ പറയുന്നു. എന്നുള്ളത് തിരുത്തിക്കൊണ്ട് ഹിന അത് മാത്രമല്ല അവന് ജയിക്കണമെന്നുള്ള വാശി മൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൈകോർത്ത് അവിടെ നിൽക്കുന്നു. അങ്ങനെ കിസാക്കിയുടെ പ്ലാൻ കംപ്ലീറ്റ് ഫെയിലായെന്ന് കണ്ട് ഇസാന ഇനി ആകെയുള്ളൊരു വഴിയായി ആ ഫൈറ്റിന് ഇറങ്ങുന്നു. അയാൾ അങ്ങനെ വേഗത്തിൽ വന്ന് മൈക്കിയുടെ തല നോക്കി കിക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാം അയാളുടെ സ്പീഡ് കണ്ട് ഞെട്ടുന്നു. ശേഷം ഇസാന മൈക്കിയോട് ഷിനിച്ചിറോയും എമ്മയും ഇപ്പോൾ മരിച്ചു, അവസാനം ഒന്നുമില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്നതിൻ്റെ ഫീൽ എങ്ങനെയുണ്ടെന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ മൈക്കിയും ഇവിടെ വെച്ച് തന്നെ നമുക്കതെല്ലാം തീർപ്പാക്കാം ബ്രദർ എന്ന് പറഞ്ഞ് എപ്പിസോഡ് 10 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കാം. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.